നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്ക് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പെട്ടെന്ന് തന്നെ ഇതിലുള്ള ഗപ്പികൾ മൊത്തം മോർട്ടാലിറ്റി ആയിട്ട് അത് ഡെഡായതായിട്ട് നമ്മൾ കണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇനിയിപ്പോൾ നമ്മൾ മീനാക്കുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം മൊത്തം മാറ്റിയിട്ട് ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് കലക്കി സെറ്റാക്കണം. അതുപോലെ തന്നെ നിലവിൽ ഇതിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന പ്ലാന്റ്സ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോവാണ്. ഒഴിവാക്കിയിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇതിൽ വെച്ചതിന് ശേഷം ഈ വെള്ളത്തിന് ഇതിൽ വെച്ചതിന് ശേഷം ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യണം, പുതിയ വെള്ളം നിർത്തിയിട്ട് മീനാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഗപ്പികൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മിക്സഡ് ഗപ്പീസിന്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മിക്സഡ് ഗപ്പി തന്നെ ഈ ടാങ്കിൽ തുടരും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് ഇപ്പോൾ പൊതുവേ നല്ല നീളമുണ്ട്. അപ്പോൾ ഈ ഇതിലിപ്പോൾ ഇട്ട ഫ്ലെക്സ് 2 സൈഡിലേക്കും കുറച്ച് ജാസ്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ ഈ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇത് 2 ആക്കിയിട്ട് ഒന്നിൽ മിക്സഡ് ഗപ്പീസും ഒന്നിൽ മറ്റേതെങ്കിലും വെറൈറ്റി ഗപ്പിയും ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. കാരണം മിക്സഡ് ഗപ്പീസിന് പൊതുവെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഏണിങ്സ് പൊതുവെ കുറവാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും വെറൈറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പെയർ റേറ്റ് 60, 70, 80 റേഞ്ചിലേക്ക് കിട്ടുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് ഇത്രയും വലിയൊരു ടാങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലാനിങ് ഉണ്ട്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കുറച്ച് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒക്കെ കലക്കിയിട്ട് ഈ ടാങ്ക് ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ നമ്മുടെ ടാങ്കിലെ പ്ലാന്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ല, ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിത്തട്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നില്ല, ചുവപ്പ് കളർ ഉണ്ടല്ലേ, ചെമ്മീനാണ് ചത്ത് കിടക്കുന്നതാണ്. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്നുണ്ട്. മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇതിൽ കലക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോകട്ടോ. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ ടാങ്കിലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെച്ച കളർ കണ്ടില്ല, ശരിക്കും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് എന്ത് ചെയ്യാം, ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. അങ്ങനെ ഒരു രാത്രിക്ക് ശേഷം ഇവിടെ വന്നു നോക്കിയ സമയത്ത് കളറ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ആ കളറാട്ടോ. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ള വെച്ചാൽ അത് ഈ ഇതിലിട്ടുള്ള ഓട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് വരും. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ട് ടെമ്പറേച്ചറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ ഓട് കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ സ്പേസിൽ ടാങ്കുകൾ ഇട്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷ്രിമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷ്രിമ്പ് ഉണ്ടായതുകൊണ്ട് ഷ്രിമ്പിനും ഒന്ന് ഒളിഞ്ഞിരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റാകാനും വേണ്ടിയിട്ടായിരുന്നു ഈ ഓടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ നല്ല അഴുക്കുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു പക്ഷേ ഗപ്പികൾ മൊത്തം ഡെഡായതിനുള്ള റീസൺ ഒരു പക്ഷേ ചിലപ്പോൾ ഈ അഴുക്കായിരിക്കാനും സാധ്യത ഇല്ലാതില്ല. നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാം, ക്ലീനിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടില്ല, അടിത്തട്ട് എന്തൊരു വൃത്തിയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇതന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഗപ്പികൾ ചാവാനുള്ള ചിലപ്പോൾ കാരണം. അപ്പോൾ ടാങ്കുകളൊക്കെ എല്ലാ സുഹൃത്തുക്കളും ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറച്ചും കൂടി ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. നല്ലൊരു മഴക്കുള്ള സാധ്യതയുണ്ട്. ഇവിടെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴക്കൊരു ഗ്യാപ്പ് വന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാടത്താണ്. നല്ല രീതിയിൽ തന്നെ മഴ ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാടത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളമായിട്ടുണ്ട്. ഇവിടെ പാടത്തൊക്കെ വെള്ളത്തിൽ ചെറിയ രീതിയിൽ ഒഴുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മീനുണ്ട്, മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ പാടശേഖരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വിതച്ചിട്ടുള്ള നെൽകൃഷിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ നെല്ലും നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ മിക്സഡ് ഗപ്പി ടാങ്ക് നമ്മളെന്തത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗപ്പി ടാങ്ക് നമ്മൾ ഫ്ലെക്സ് നമ്മൾ കട്ട് ചെയ്ത സമയത്ത്, നേരത്തെ നമ്മൾ ഫ്ലെക്സ് കട്ട് ചെയ്ത സമയത്ത് ഇതിനനുസരിച്ചുള്ള സൈസിൽ ഇന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് 2 സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിലും സെൻറ്ററിൽ പാർട്ടീഷൻ ചെയ്യുന്ന ഭാഗത്തേക്ക് അത് വീണ്ടും മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലേക്ക് വലിച്ച് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സിംഗിളായിട്ട് തന്നെ ഈ ടാങ്ക് നിലനിർത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മിക്സഡ് ഗപ്പി ചെയ്യണോ അല്ലാതെ സിംഗിൾ വെറൈറ്റി ചെയ്യണോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആലോചനയും കൂടി ഇട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഫസലിൻ്റെ ഫാമിൽ പോയ സമയത്ത് ഫസൽ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ഇയർ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതിനവൻ പറഞ്ഞ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിലെ
വെള്ളത്തിൻ്റെ ഹൈറ്റ് കുറച്ച് നിർത്തുക, അതുപോലെ വിശാലമായിട്ട് നീന്തി കുടിക്കാനുള്ള ഗപ്പികൾക്ക് നീന്തി കുടിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇയർ വരുന്നതാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ഇത്രയും ഏകദേശം ഒരു 10 അടിക്ക് 4 അടിയോളം വീഡിയോ നീളം വരുന്ന നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്ക് എന്തുകൊണ്ടും ഇയർ ക്വാളിറ്റി ഉള്ള ഒരു സിംഗിൾ വെറൈറ്റി ഗപ്പീസിന് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുണ്ട്. പക്ഷേ നമ്മൾ നേരിടുന്ന ചെറിയ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്പൺ സ്പേസിലാണ്. അപ്പോൾ നല്ല രീതിയിൽ മഴവെള്ളം വീഴാനും അതുപോലെ തന്നെ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിലടിൻ്റെ ചൂട് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മിക്സഡ് ഗപ്പീസ് തന്നെ ഒറ്റയടിക്ക് ഒരുപാട് എണ്ണം ഡെഡായി പോയത് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്ക് ഇന്ന് ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ നമ്മൾ അഴുക്ക് മാറ്റാത്തതിനായിരിക്കും വലിയൊരു പ്രശ്നം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഗപ്പി ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കിയ സമയത്ത് അപ്പുറത്തോളം അഴുക്ക് അതിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നേരത്തെ ലൈഫ് പ്ലാന്റ്സ് വാട്ടർ കാറ്റഗറി പോലത്തെ ആ ലൈഫ് പ്ലാന്റ്സ് നല്ല രീതിയിൽ ഫില്ലായി നിന്നിന്. ഒരു പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഗപ്പികൾ ചാവാനുള്ള ഒരു പ്രധാന റീസൺ ആവുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും വില കൂടിയ ഒരു ഇയർ ക്വാളിറ്റി ഉള്ള ഗപ്പീസ് ഈ ഓപ്പൺ സ്പേസിൽ ഇടുന്ന സമയത്തുള്ള മറ്റൊരു നമുക്ക് ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ഈ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തൊട്ടടുത്തുള്ള റോഡാണ്, ഓപ്പണായിട്ട് കിടക്കുന്ന റോഡ്, പൊതുവഴിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ടാങ്കുകളിൽ മീൻ വളർത്തുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയായാലും മാർക്കറ്റിൽ നമുക്ക് ഇന്ന് 200 രൂപ അല്ലെങ്കിൽ 250, 300 റേഞ്ച് വില വരുന്നൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഇയർ ക്വാളിറ്റി ഉള്ള ഗപ്പീസൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഗപ്പീസ് അവിടെ ചിഹ്നം വേണ്ടെന്നുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മിക്സഡ് ഗപ്പീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൊതുവെ കുറച്ച് എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് കുഞ്ഞുങ്ങളൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പ് നമ്മൾ വൈഫ് ഹൗസിന് കുറച്ച് മിക്സഡ് ഗപ്പീസിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അവിടെ കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി കൊണ്ടുവന്നിട്ട് ഇതിലിട്ടിട്ട് മിക്സഡ് ഗപ്പിയായിട്ട് മാറ്റണം. അതല്ലാതെ നമ്മുടെ ഫാമിൽ ഇപ്പോൾ നിലവിലുള്ളത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ കുറച്ച് ഗപ്പീസ് ഉണ്ട്. നമ്മൾ വൈറ്റ് എക്സിഡുണ്ട്. വൈറ്റ് എക്സിഡോണ്ട് പ്രത്യേകം വെച്ചാൽ ഒരുപാട് പേര് പറയാറുള്ളതാണ് യെല്ലോ ഷെയ്ഡ് കയറുന്ന പ്രശ്നം. അപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ വൈറ്റ് എക്സിഡോക്ക് ചെറിയ രീതിയിൽ യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ വിൽക്കുന്നത് 50 രൂപ റേഞ്ചിലാണ് നമ്മൾ വൈറ്റ് എക്സിഡ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മിക്സഡ് ഗപ്പിയിലേക്ക് മാറ്റിയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചില്ലി മിസൈക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അത് നമ്മൾ 100 രൂപ 80 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഇല്ലാത്തതുകൊണ്ട് പലർക്കും അത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാതെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി മിക്സറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിലായിട്ടോ നമുക്കിത് കൊടുക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി മാറ്റിയിട്ട് നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് ബ്രീഡുകൾ തിരഞ്ഞെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തത്തോടും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നമ്മളോട് പറയാമെന്ന് വെച്ചാൽ ടാങ്കുകളൊക്കെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മഴവെള്ളം വീഴാതെ നമ്മളിപ്പോൾ ടാങ്കുകളൊക്കെ സെറ്റാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ വില കൂടിയ കുറച്ചും കൂടി പ്രീമിയം ലെവലിലുള്ള ഗപ്പീസ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു 500, 1000 റേഞ്ച് വില വരുന്ന ഗപ്പികളല്ല 1500, 3000 വരെ വില വരുന്ന 2-3 വെറൈറ്റി ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. വരും ദിവസങ്ങൾ മുമ്പുമായിട്ട് അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രതീക്ഷിക്കുന്നു. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത